ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോസ്റ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ പരാജയപ്പെട്ടു പോയ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ തീരെ കേൾക്കാത്തതും അതുപോലെ നിങ്ങൾ ഉപയോഗിച്ചതായിട്ടുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ ഉണ്ടാകും. ഏതായാലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റൊരു നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. സബ്സ്ക്രൈബ് ചെയ്ത കുറേ ആൾക്കാർ ബെല്ലൈക്കൺ ഓൺ ആക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ ആക്കി തന്നെ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് യു ടെലിവാഞ്ചസ് എന്നൊരു ബ്രാൻഡാണ്. നിങ്ങൾ പല ആൾക്കാർ കണ്ടിട്ടുണ്ടാകും, ഒരു YU എന്നൊരു ലോഗോ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാകും. ഏതായാലും ഇത് മൈക്രോമാക്സിൻ്റെ ഒരു സബ്സിഡറി ബ്രാൻഡാണ്. 2015 ഇത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. ഇത് ചൈനീസ് ബ്രാൻഡുകളുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുറത്തിറക്കിയത്. പ്രധാനമായിട്ടും ഷവോമിക്ക് എതിരാളിയായിട്ടാണ്, അല്ലെങ്കിൽ ഷവോമിയുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ അവർ പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷവോമിയുടെ ഫോണിലുള്ള പല ഫീച്ചേഴ്സുകളും ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷവോമിയുമായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിച്ചിട്ടില്ല. അവർ തോറ്റുപോയി തന്നെ പറയാം. ഷവോമി ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ആണ്. പിന്നെ മാത്രമല്ല OnePlusന്റെ പല ഫീച്ചേഴ്സും ഇവർ കോപ്പി അടിച്ചു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ബ്രാൻഡിന്, അല്ലെങ്കിൽ ഈ യു ടെലിവാഞ്ചസ് എന്ന ഈ ഒരു ബ്രാൻഡിന് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മൈക്രോമാക്സിനെ നന്നായിട്ട് എഫക്ട് ചെയ്തു. മൈക്രോമാക്സിനും ഇപ്പോൾ ഈ ചൈനീസ് ബ്രാൻഡുകളുമായിട്ട് മത്സരിക്കാൻ സാധിക്കുന്നില്ല. മൈക്രോമാക്സിൻ്റെ ഫോൺ ഇറങ്ങിയാലൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത ടച്ച് ഫോൺ, സ്മാർട്ട് ഫോൺ മൈക്രോമാക്സിൻ്റെ ഫോണാണ്. മൈക്രോമാക്സിൻ്റെ A06 ഇവിടെ ഉണ്ടാവുമല്ലോ, അതാ മൈക്രോമാക്സിൻ്റെ A064 എന്ന ഒരു മോഡലാണ്. ഞാനിത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ഇതെടുക്കുക. ഇപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞല്ലേ, +2 ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +2 പരീക്ഷയൊക്കെ ആവാനായി. പരീക്ഷ ഇപ്പോൾ മറ്റന്നാൾ. ഇതിങ്ങനെ പറയുമ്പോൾ ഓർമ്മയില്ല. ഏതായാലും ഞാനതാണ് അത് അന്ന് വാങ്ങിയത്. നിങ്ങളേതാ ഫസ്റ്റ് ഉപയോഗിച്ച ടച്ച് ഫോൺ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു കമ്പനി യു ടെലിവാഞ്ചസ് എന്ന കമ്പനി, അവിടെ നിന്നാണല്ലോ അപ്പോൾ നമ്മൾ പോകുന്നില്ലേ, ഈ ഒരു കമ്പനി ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം. അവരുടെ ഫോണുകളും കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ ഇറങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് ലീ എക്കോ എന്ന് പറയുന്ന ഒരു മൊബൈലാണ്. ലീ TV എന്നൊക്കെ ഇതിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കമ്പനിയെ കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. 2016 ഇവരുടെ ഫസ്റ്റ് ഫോണ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി പരാജയപ്പെട്ട ഒരു ബ്രാൻഡാണിത്. ഈ ഒരു കമ്പനി എപ്പോഴാണ് വന്ന് എപ്പോഴാണ് പോയെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഇവരൊരു ഫോൺ ഇറക്കിയിട്ടായിരുന്നു, ലീ 2 എന്ന പേരിലൊരു ഫോൺ ഇറക്കിയിട്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ iPhone 7 ലോഞ്ച് ചെയ്തതിന് മുമ്പ് തന്നെ ഇവർ ഹെഡ്ഫോൺ ജാക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തു. പക്ഷേ എന്നിട്ട് അവർക്ക് മാർക്കറ്റിൽ വലിയൊരു പ്രസൻസും വലിയൊരു ശ്രദ്ധ അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. മാത്രമല്ല ഈ ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് വിപുലീകരണം ഈ ഒരു കമ്പനിയിൽ വരുത്തി. ഇവർ TV വരെ ഇവരുടെ പേരിൽ ലോഞ്ച് ചെയ്തു. പക്ഷേ എന്നിട്ടും ഇവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ഈ ഒരു കമ്പനിക്ക് വന്നു. അങ്ങനെ ഒരു കമ്പനി വാനിഷായി പോയി. അടുത്തത് ക്യൂക്കോ എന്ന ഒരു ബ്രാൻഡാണ്. കൂൾപാടിൻ്റെ ഒരു സബ് ബ്രാൻഡ് തന്നെയാണ് ഇത്. ഇവർ 2015 ഇവരുടെ ഫസ്റ്റ് ഫോൺ ലോഞ്ച് ചെയ്തത്. ക്യൂ ടെറ എന്ന പേരിൽ 2015 ഇവരുടെ ഫസ്റ്റ് ഫോൺ ലോഞ്ച് ചെയ്തു. സംഭവം സെറ്റപ്പ് ഡുവൽ ക്യാമൊക്കെ വെച്ചാണ്ട് സെറ്റപ്പ് ആക്കി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വില അറൗണ്ട് 18,000 ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരും ഇത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അധികം ആൾക്കാരും ഇത് വാങ്ങിയിരുന്നില്ല. സോ ഇത് ഈ ഒരു കമ്പനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കുകയും കമ്പനി മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി പോകാൻ ഉള്ളൊരു സാഹചര്യം വരികയും ചെയ്തു. അടുത്തത് കൂൾപാടാണ്. കൂൾപാടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കൂൾപാടിൻ്റെ ഒരു സബ് ബ്രാൻഡിൻ്റെ കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരുപാട് സ്മാർട്ട് ഫോണുകൾ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൂൾപാട് നോട്ട് 3 ഒക്കെ നല്ലൊരു ഫോണായിരുന്നു, നല്ലൊരു ബജറ്റ് ഫോണായിരുന്നു. നമ്മൾ കൊടുത്ത പൈസക്ക് മുതലാകുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണിലുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവർ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഷവോമിയുമായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ അവർ തോറ്റുപോയി എന്ന് പറയാം. കാരണം ഷവോമി വളരെ കുറഞ്ഞ വിലയ്ക്ക് അതിനേക്കാൾ മികച്ച സ്മാർട്ട് ഫോണുകൾ കൊടുത്തപ്പോൾ ആൾക്കാരെല്ലാവരും ഷവോമിക്ക് പിറകെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് നഷ്ടം വന്നു, മാർക്കറ്റിൽ ഇവർ പരാജയപ്പെട്ടു. നെക്സ്റ്റ് മീസു എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് കുറച്ച് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ഒരു ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. ഈ ഒരു കമ്പനിക്ക് സ്നാപ്ഡീലുമായിട്ട് നല്ല പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ഫോണുകളൊന്നും ഇവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇവരുടെ സർവീസും കാര്യങ്ങളൊന്നും തീരെ പോരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. നെക്സ്റ്റ് മൊബൈൽ ഇൻഫിനിക്സ് ആണ്. ഇൻഫിനിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി ആയിരിക്കും. ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കുറവ് കൊണ്ട് പരാജയപ്പെട്ട ഒരു ബ്രാൻഡാണ്. ഇവർക്ക് നല്ലൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. സോ എന്താണ് ഈ ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ അത്ര നല്ലൊരു പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് മെല്ലെ മെല്ലെ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഈ ഒരു ഫോൺ ഇറക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ.
എന്താ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ബ്രാൻഡ് കാർബണാണ്. അറിയാമായിരിക്കും, കാർബണിനെ കുറിച്ച് അറിയില്ലേ? ഇത് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ചൈനീസ് കമ്പനികൾ കൊണ്ട് 8ന്റെ പണി കിട്ടിയ ഒരു കമ്പനിയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ചൈനീസ് ബ്രാൻഡുകളാണ്. ഇപ്പോൾ ഷവോമി, ഓപ്പോ, വിവോ, വൺ പ്ലസ് അങ്ങനെയുള്ള ഒരുപാട് ചൈനീസ് ബ്രാൻഡുകൾ അടക്കി ഭരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഇത് കാരണം എന്താ ഈ ഒരു ബ്രാൻഡിന്, അതായത് ഈ കാർബൺ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് 2 വർഷത്തിനുള്ളിൽ 40% ലോസാണ് വന്നത്, നഷ്ടമാണ് വന്നത്. സോ ഈ ഒരു കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. ഈ ഒരു കമ്പനി ഇന്ത്യൻ മാർക്കറ്റ് ഇംപ്രസ് ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഒരു കമ്പനിയാണ്. മാത്രമല്ല ഈ ഒരു കമ്പനി ബോളിവുഡ് ഫേസിലൂടെ ഒരുപാട് അഡ്വർടൈസിങ്ങിന്, അതായത് പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തുക സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന് പകരം അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഫോണിൽ വരുത്തുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം അവർ പരസ്യത്തിൽ ഒരുപാട് സംഖ്യ ചെലവഴിച്ചു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് നല്ല ഫോണുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫോണുകളും വളരെ ലെസ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഫോണുകളായിരുന്നു ഇവർ വിറ്റുകൊണ്ടിരുന്നത്. പൈസ കൊടുത്താണ് ആരും ക്വാളിറ്റി കുറഞ്ഞ ഫോണൊന്നും വാങ്ങില്ലല്ലോ. നിങ്ങൾ വാങ്ങുമോ? ഇല്ല, ഞാനും വാങ്ങില്ല, ആരും വാങ്ങില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. കമ്പനിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിജയിക്കാതെ പോയുള്ള കുറച്ച് കമ്പനികൾ, സ്മാർട്ട് ഫോൺ കമ്പനികൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.